രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ പേടിക്കേണ്ടതാര്? കോട്ടം കോൺഗ്രസിനോ അതോ CPM-നോ? ചർച്ച സജീവം. കേരള BJP-യിൽ ഇനി രാജീവ് ചന്ദ്രശേഖറിന്റെ കാലം. രാജീവ് ചന്ദ്രശേഖറിനെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പ്രത്യയശാസ്ത്രത്തിനപ്പുറത്തേക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളെന്ന നിലയിലാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ BJP നിയോഗിച്ചത്. മികച്ച വിദ്യാഭ്യാസം, വിജയിച്ച ബിസിനസ്സുകാരൻ, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിവയൊക്കെയാണ് BJP രാജീവിൽ കാണുന്ന മേന്മകൾ. എന്നാൽ പാർട്ടി അധ്യക്ഷനെന്ന സംഘടനാ പദവിയിൽ രാജീവ് വരുമ്പോൾ BJPക്ക് ഗുണം ചെയ്യുമോ എന്നതിനേക്കാൾ കോൺഗ്രസിനാണോ CPM-നാണോ കൂടുതൽ കോട്ടം പറ്റാൻ സാധ്യതയുള്ളതെന്ന ചൂടൻ ചർച്ചയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പുതിയ മാറ്റം BJPക്ക് ഗുണം ചെയ്യുമെന്നും കോൺഗ്രസിന് വലിയ തിരിച്ചടി സൃഷ്ടിക്കുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് നിന്ന് വടക്കോട്ട് കോൺഗ്രസ് ഇല്ലെന്ന് തന്നെയാണ് നിലവിലെ അവസ്ഥയെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ പറയുന്നു. ട്രാവൻകൂർ ഭാഗത്ത് കോൺഗ്രസിന്റെ വോട്ട് നല്ല രീതിയിൽ കുറയും. ഒരു പരിധിവരെ കോൺഗ്രസിന്റെ വോട്ടാണ് BJP പിടിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ മാത്രമാണ് LDF-ന്റെ വോട്ട് പിടിക്കുക. ആ പരിധിയിലേക്ക് ഇതുവരെ BJP എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആ നിലയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണെന്നും അദ്ദേഹം പറയുന്നു. രാജീവിനെ തെരഞ്ഞെടുത്ത രീതിയും മുന്നോട്ടുള്ള പോക്കും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ തന്നെയാണ് തകർക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. BJP രാജീവിനെ ഇറക്കിയത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ്. കോൺഗ്രസിനേക്കാളും വലിയ ഗ്രൂപ്പാണ് BJP-യിലുള്ളത്. വളരെ ജനപ്രിയനായ സുരേന്ദ്രനെ കൊണ്ടുവന്നിട്ട് പോലും ഗ്രൂപ്പിസം പിടിച്ചു നിർത്താനായില്ല. എല്ലാ ഗ്രൂപ്പുകളും സുരേന്ദ്രനോട് പൂർണ്ണമായും നിസ്സഹകരിച്ചു. സുരേന്ദ്രൻ പോലും പരാജയപ്പെട്ട സ്ഥലത്ത് പുതിയൊരാളെ പരീക്ഷിക്കുകയാണ് BJP ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വോട്ട് ശതമാനം നിലവിൽ 15% 20 മുതൽ 25 വരെയായി അത് വർദ്ധിക്കും. UDF-ന്റെ പരമ്പരാഗത വോട്ട്, പ്രത്യേകിച്ച് നായർ സമുദായം ഏതാണ്ട് പൂർണ്ണമായും BJP-യിലേക്ക് പോയി. ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടായി. വിശ്വകർമ്മ, ധീവര, പുലയ വിഭാഗങ്ങളിൽ പലരും BJP-യിലേക്ക് എത്തി. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പാൻ ഹിന്ദു എന്ന മൂവ്മെന്റാണ് ഉണ്ടായത്. ഇത് കോൺഗ്രസിന് തന്നെ വലിയ തിരിച്ചടിയാവുകയാണ് ചെയ്തത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും വലിയൊരു വിഭാഗം BJP-യിലേക്ക് പോവുകയും കോൺഗ്രസ് തോൽക്കുകയും മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ യഥാർത്ഥത്തിൽ ക്ഷീണം CPM-നാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ NB ചേക്കുട്ടിയുടെ അഭിപ്രായം. ബിസിനസ്മാനായിട്ടുള്ള ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരുന്നതാണ് പ്രശ്നമെങ്കിൽ ട്രംപിന്റെ കാര്യം എടുത്താൽ മാത്രം മതി. ട്രംപിന് ഇവിടെ മോശം ഇമേജ് ആകാം, എന്നാൽ അമേരിക്കയിൽ ട്രംപ് വിജയിച്ചു. അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യവും. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ പ്രവർത്തനം മികച്ചതാണ്. ആളുകൾക്ക് എന്താണ് ആവശ്യമെന്നറിയാം. BJP-യുടെ മുഖം മാറുന്നുവെന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനല്ല CPM-ന് തന്നെയാണ് മങ്ങലേൽപ്പിക്കുന്നത്. അതായത് സമീപകാലങ്ങളായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് CPM ഇസ്ലാമോഫോബിയയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുത്വ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് CPM-ന്റെ സമീപകാലത്തെ നയങ്ങൾ പലതും, ചേക്കുട്ടി പറയുന്നു. ചുരുക്കത്തിൽ രാജീവിന് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. BJP-ക്കായി വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ചുമലിലുള്ളത്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്നതിനപ്പുറത്തേക്ക് സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകൾ പരിഹരിച്ച് ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP.